പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രവൃത്തി എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് കാണാതെ പോയതിനെ മടക്കിത്തരുന്ന ഒരു സർവശക്തനായ ദൈവം, കാണാതെ പോയതിനെ മടക്കിത്തരുന്ന ദൈവം. ജീവിത മേഖലയിൽ നഷ്ടപ്പെട്ടു പോയ പല വിഷയങ്ങളും മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട്, കഴിഞ്ഞ നാളുകളിൽ എന്നിലുണ്ടായിരുന്നത്, ഞാൻ സ്വരൂപിച്ചു വച്ചിരുന്നത്, ഞാൻ കരുതി വച്ചിരുന്നത് എന്തോ സാഹചര്യം കൊണ്ട്, എപ്പോഴോ ഉള്ള സാഹചര്യം കൊണ്ട് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇനി അതൊരിക്കലും ലഭിക്കയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരാണോ നാം? എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, അതിനെ മടക്കിത്തരാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ് എന്ന് വ്യക്തമായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാധാരമായിട്ട് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതെ ഇരിക്കുമോ? കണ്ടുകിട്ടിയ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ടാ എന്നോടുകൂടി സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വചനത്തെ ആധാരമാക്കി ചിന്തിക്കുവാനുള്ളതാണ്. 10 ദ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആത്മീക വെളിപ്പാടിൽ ചിന്തിക്കുന്നത് തന്നിലുണ്ടായിരുന്ന 10 കൃപകളെ കുറിച്ചാണ്. 10 കൃപകളെ കുറിച്ചാണ്. വിലയേറിയ നന്മകൾ 10 ദ്രഹ്മ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലപ്പോഴായി പ്രാപിച്ച ദൈവസന്നിധിയിൽ മുട്ടുമടക്കിൽ ലഭിക്കപ്പെട്ട 10 കൃപകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിലൊന്ന് എപ്പോഴോ ഏതോ സാഹചര്യത്തിൽ തന്റെ കയ്യിൽ നിന്ന് നഷ്ടം വരുവാനിടയായി തീർന്നു. കൃപ ചോർന്നു പോകുവാനിടയായി തീർന്നു. അത് നമ്മുടെ ഭവനത്തിലെ സാഹചര്യം കൊണ്ടാകാം, നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദം കൊണ്ടാകാം, കുടുംബ ജീവിതത്തിലെ പാളിച്ച കൊണ്ടാകാം, തലമുറയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച കൃപ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അത് ഏത് സാഹചര്യത്തിലോ എപ്പോഴോ അത് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അന്വേഷിച്ചത് വീടിന് വെളിയിലല്ല, വീടിനകത്താണ്. അവ കൃപ നഷ്ടപ്പെട്ടു പോയത് വെളിയിൽ വെച്ചല്ല, ഉള്ളറയിൽ വെച്ചാണ്. അതേത് സാഹചര്യമാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. നമ്മിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വെളിപ്പാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദർശനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാം പ്രാപിച്ച കൃപയിൽ ഒന്നെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കണം, എവിടെ വെച്ചാണ് ആ കൃപ നഷ്ടപ്പെട്ടു പോയത്? ഏത് വാക്കിൽ കൂടിയാണ് എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയത്? ഏത് സംസാരത്തിൽ കൂടിയാണ് എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് പുറത്തു വെച്ചല്ല നഷ്ടപ്പെട്ടത്, അകത്ത് വെച്ച് തന്നെയാണ് നഷ്ടപ്പെട്ടത്. സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കൃപയിൽ ഒന്ന് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ നഷ്ടപ്പെട്ടവൾ ഭവനത്തിന്റെ ഉള്ളറയിൽ വിളക്ക് കത്തിച്ച്
കണ്ടു കിട്ടും വരെ അടിച്ച് വൃത്തിയാക്കുവാനിടയായി തീർന്നു. ഞാൻ ആത്മീക ദൂത് വിളിച്ചു പറയാം, വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മെഴുകുതിരി കത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, 60 വാൾട്ടിന്റെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളത്തില് ആ എണ്ണയൊന്ന് നിറച്ച് ആ വിളക്കിനെ ഒന്ന് കത്തിക്കുവാനിടയായി തീർന്നു. നഷ്ടപ്പെട്ട കൃപയുടെ നടുവിൽ, നഷ്ടപ്പെട്ട വെളിപ്പാടിന്റെ നടുവിൽ ഒന്നുകൂടി ഭവനത്തിന്റെ ഉള്ളറയിലിരുന്ന് തന്റെ ഹൃദയമാകുന്ന വിളക്കിനെ ഒന്ന് കത്തിക്കുവാൻ താൻ തയ്യാറായി. മനസ്സിലാകുന്നു? കത്തിച്ച വിളക്കിന്റെ മുമ്പിൽ ഭവനം മുഴുവനും അല്ലെങ്കിൽ വീട് മുഴുവനും അവൾ അടിച്ചു വാരുവാനിടയായി തീർന്നു. അപ്പൊ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന ഈ മൺകൂടാരത്തെയാണ് വെളിപ്പാടിൽ ഞാൻ വ്യാഖ്യാനിക്കുന്നത്. 4 ചുവരിലെ മൺകട്ട കൊണ്ട് പണിഞ്ഞ വീടിനെ കുറിച്ചല്ല ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. ഞാനാകുന്ന വീട്, ഞാനാകുന്ന ഈ മൺകൂടാരത്തിൽ വിളക്ക് കത്തിച്ച് ഹൃദയത്തിന്റെ അകത്തളമൊന്ന് ജ്വലിപ്പിച്ചിട്ട് ഞാൻ എന്റെ ഹൃദയമാകുന്ന വീടിനകത്തളമൊന്ന് അടിച്ചു വാരാൻ തയ്യാറായി. എന്റെ പോരായ്മ എവിടെയാണ് എന്ന് ഒന്ന് തൂത്തു വൃത്തിയാക്കുവാൻ, കുറവുകൾ എവിടെയാണ് സംഭവിച്ചത്, എവിടെയാണ് പോരായ്മ സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് തന്റെ ഹൃദയത്തെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ശോധന ചെയ്യാൻ തുടങ്ങി. അതാണ് അടിച്ചു വാരുക എന്ന് പറയുന്നത്. നാം ചിന്തിക്കുന്നത് പോലെ, മാനുഷികമായി ചിന്തിക്കുന്നത് പോലെ 4 ചുവരിനെ കുറിച്ചല്ല പറയുന്നത്. ശരീരമാകുന്ന മൺകൂടാരത്തെ ഹൃദയമാകുന്ന വിളക്കിനെ ഒന്ന് കത്തിച്ച് അതിനകത്ത് എണ്ണയൊന്ന്, പരിശുദ്ധാത്മാവിന്റെ എണ്ണയൊന്ന് നിറച്ച് അതിനെ ഒന്ന് കത്തിച്ച കൃപ നഷ്ടപ്പെട്ടു പോയത് ഏതു ഭാഗത്താണ് എന്ന് ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒന്ന് ശോധന ചെയ്യാൻ തയ്യാറായി തന്നെ ഹൃദയത്തിന്റെ അകത്തളം ഒന്ന് അടിച്ചു വാരാൻ. മാനുഷികമായി ചിന്തിച്ചു നോക്കുമ്പോൾ അടിച്ചു വാരുന്നതും കച്ചടകൾ കിടക്കുമ്പോൾ, മാറാലകളൊക്കെ അടിച്ചു വാരാൻ കിടക്കുമ്പോഴാണ് നമ്മൾ അടിച്ചു വാരുന്നത്. അങ്ങനെയെങ്കിൽ അകത്തളത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില മാറാലയുടെ അനുഭവങ്ങൾ, ചില കച്ചടയുടെ അനുഭവങ്ങൾ, ചില അഴുക്കിന്റെ അനുഭവങ്ങൾ, ചില ദ്വന്ദ്വപക്ഷത്തിന്റെ അനുഭവങ്ങൾ, ചില പകയുടെ അനുഭവങ്ങൾ, അതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ താൻ തയ്യാറായപ്പോൾ നഷ്ടപ്പെട്ട കൃപയെ ദൈവം മടക്കി കൊടുക്കുവാൻ തയ്യാറായി. നഷ്ടപ്പെട്ടതിനെ, കാണാതെ പോയതിനെ ഹൃദയമൊന്ന് ശോധന ചെയ്ത് അടിച്ചു വാരി തന്റെ അകത്തളത്തിൽ പറ്റിപ്പിടിച്ച കുറവിനെ പുറത്തു കളയാൻ തയ്യാറായപ്പോൾ തന്റെ ജീവിതത്തിൽ സ്വരൂപിച്ചു വെച്ച കൃപയിൽ നഷ്ടപ്പെട്ടു പോയതിനെ ദൈവാത്മാവിന് മടക്കി കൊടുത്തു. മടക്കി കൊടുത്തത് കൊണ്ട് അവൾ വീടടക്കം ഒന്നിച്ച് ദൈവത്തിൽ ആനന്ദിക്കുവാനിടയായി തീർന്നു. അതിൽ താഴെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. അപ്പൊ പരിശുദ്ധാത്മാവിൽ നഷ്ടപ്പെട്ടത് എടുക്കാൻ തയ്യാറായപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കൃപയെ പ്രാപിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ എവിടെയാണോ പരാജയം സംഭവിച്ചത്, എവിടെയാണോ പോരായ്മ സംഭവിച്ചത്, എവിടെയാണോ കുറവ് സംഭവിച്ചത് എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് ശോധന ചെയ്ത് നഷ്ടപ്പെട്ട കൃപകൾ മടക്കി പ്രാപിക്കുവാനിടയായി തീരേണ്ടതിന് പൊന്നു തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.